ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി ഇസ്രായേൽ. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലെ ആക്രമണത്തെ ദുരന്തകരമായ പിഴവ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശേഷിപ്പിച്ചത്. ഗാസയിലെ നാസർ ആശുപത്രിയിൽ നടന്ന അക്രമത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഗാസയിലെ നാസർ ആശുപത്രിയിൽ സംഭവിച്ച ദുരന്തകരമായ പിഴവിനെ ഇസ്രായേൽ ആഴത്തിൽ ഖേദിക്കുന്നുവെന്നും മാധ്യമപ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാധാരണ പൗരന്മാരുടെയും പ്രവർത്തനങ്ങളെ ഇസ്രായേൽ വിലമതിക്കുന്നതായും പ്രസ്താവനയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ സൈനികാധികാരികൾ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ യുദ്ധം ഹമാസ് ഭീകരർക്കെതിരെയാണ്. തടവിലാക്കിയിരിക്കുന്നവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീതിയുള്ള ലക്ഷ്യമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗാസയിലെ നാസർ ആശുപത്രിയിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു രക്ഷാപ്രവർത്തകനും ഉൾപ്പെടുന്നു. അക്രമത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങി നിരവധി ലോക നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ആശുപത്രിയിലെ സാധാരണക്കാർ, ആരോഗ്യ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കണമെന്നും സംഭവത്തിൽ ഉടൻ തന്നെ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഗാസ ആരോഗ്യ വകുപ്പ് നൽകിയ വിവരങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ റോയിട്ടേഴ്സ് കരാർ ക്യാമറമാനായ ഹുസാം അൽ മസ്രി, മറ്റ് ഏജൻസികൾക്കായി പ്രവർത്തിക്കുന്ന മറിയം അബു ദക്ക, അൽ ജസീറ റിപ്പോർട്ടറായ മുഹമ്മദ് സാല, റോയിട്ടേഴ്സ് കരാർ ഫോട്ടോഗ്രാഫർ മോവാസ് അബു താഹ ഹതീം എന്നിവരാണ്. അതേസമയം IDF സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ അയാൻ സമീർ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിടില്ല എന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.